കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ലെവലിൽ ഏറ്റവും മികച്ച കലാകാരന്മാരെ കണ്ടെത്തുക എന്നുള്ള ഒരു മത്സരമാണ്. എന്നാൽ നാഷണൽ ലെവലിൽ മത്സരിക്കാൻ പോകുന്ന ഒരാൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. എന്താണ് അയാൾ ചെയ്യുന്നത്, അയാൾ ആരാണ് എന്നൊക്കെ നമുക്കൊന്ന് പോയി പരിചയപ്പെടാം. അദ്വൈതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആണ് അദ്വൈത് ഒരു ചിത്രകാരനാണ്. അത് കുറേ മത്സരങ്ങളിൽ ഇപ്പോൾ പങ്കെടുത്ത് കഴിഞ്ഞു. അത് നമുക്കൊന്ന് വിവരിക്കും. അത് എന്തൊക്കെയാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്, ഇനി എന്തൊക്കെയാണ് പോകുന്നത്? ഇപ്പം ഓയിൽ കളറിനാണ് ഇപ്പോൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാൻ യൂഷ്വലി വാട്ടർ കളറിൻ്റെ മത്സരങ്ങളിലാണ് പങ്കെടുക്കാറുള്ളത്. അതാണ് കൂടുതൽ നടത്തി വരുന്നത്. ISROയുടെ മത്സരത്തിൽ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാഷണൽ കലോത്സവ് അതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനർജി കൺസർവേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന EMC നടത്തുന്നൊരു ചിത്രരചന മത്സരത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ PCRA പെട്രോളിയം കൺസർവേഷൻ്റെ ഭാഗമായിട്ട് നടത്തിയ ചിത്രരചന മത്സരത്തിലേക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് നാഷണൽ ലെവലിൽ. അങ്ങനെ കുറച്ച് സമ്മാനങ്ങൾ നാഷണൽ ലെവലിൽ മത്സരിക്കാൻ പോവുകയാണ്. ഇനി ഇന്നത്തെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നാ പോകുന്നത്? നാളെയാണോ? അല്ല, 8-ാം തീയതി പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? നമ്മളുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് അയക്കുന്നത്. സ്കൂളിൽ നിന്ന് ഓരോരോ ഘട്ടമായിട്ട് കഴിഞ്ഞിട്ട് സബ് ജില്ല അങ്ങനെ സംസ്ഥാനത്ത് ജയിച്ചിട്ടാണ് പിന്നീട് ഇനി നാഷണൽ ലെവൽ. ഓൾറെഡി നിലവിൽ തന്നെ ഇപ്പോൾ നാഷണൽ നമ്മൾ സംസ്ഥാനത്തിൻ്റെ അപ്പുറം ലെവലിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ കലോത്സവത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഹാപ്പിയാണോ? അതെ. എന്താണ് ഇന്നത്തെ വിഷയം? എന്തായിരുന്നു? പുലിക്കളിയായിരുന്നു. എങ്ങനെ വരച്ചോ? എങ്ങനെ നൈസായി വരച്ചോ? ഇതാ നമ്മളുടെ അമ്മ കൂടി വിട്ട്. അപ്പൊ അധ്യാപികയാണോ? സോറി, പക്ഷേ അമ്മ തന്നെയാണ് നമ്മൾ ഒരിടത്ത് പറഞ്ഞ അധ്യാപിക എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനത്തുള്ള ആൾ തന്നെയല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അദ്വൈതിന്റെ? അദ്വൈത് ഇവിടെ സ്കൂളിലെ ഒരു കലോത്സവത്തോടനുബന്ധിച്ചാണ് ഞാൻ അദ്വൈതിന്റെ വരയ്ക്കുന്നതൊക്കെ കണ്ടത്. ശരിക്കും ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ. ഒത്തിരി നമ്മൾ ഒരു 28 വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും നാളും കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വരയുടെ മാനങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെയാണ് ഞാൻ കുട്ടിയെ ശ്രദ്ധിച്ചത്. അപ്പോഴേക്കും ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ തന്നെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂള് മുഖ്യമന്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിൽ നാളെ ഒരു പക്ഷേ അദ്വൈതിന്റെ പേരിലൊക്കെ അറിയപ്പെടാം. സ്കൂളിന്റെ പേരെന്തായിരുന്നു? AKGM GHSS പിണറായി. അതെ, നാളെ ഇനി അദ്വൈതിന്റെ പേരിലൊക്കെ അറിയപ്പെടും എന്നൊക്കെ ഞങ്ങൾ കരുതുന്നു. അദ്വൈത് അപ്പോൾ ഹാപ്പിയാണ്, ഇന്നത്തെ പെർഫോമൻസിൽ ഹാപ്പിയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. റിസൾട്ട് വന്നിട്ടില്ലല്ലോ? ഇപ്പൊ ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ മത്സരം. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു.